ബഹുമാന്യനായ ഉദ്ഘാടകൻ, കേരളത്തിൻ്റെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർകളെ, വേദിയിൽ മുഖ്യ അതിഥിയായി സന്നിഹിതനായിട്ടുള്ള വ്യവസായ നിയമ വകുപ്പ് മന്ത്രി ശ്രീ പി രാജീവ്, വിശിഷ്ടാതിഥികളായി ചടങ്ങിൽ പങ്കെടുക്കുന്ന ബഹുമാന്യനായ മേയർ അഡ്വക്കേറ്റ് എം അനിൽകുമാർ, ശ്രീ ഹൈബി ഈഡൻ MP, ശ്രീ TJ വിനോദ് MLA, ശ്രീമതി പത്മജ S മേനോൻ കൗൺസിലർ, മഹനീയ സാന്നിധ്യങ്ങളായി വേദിയെ അനുഗ്രഹിക്കുന്ന ബഹുമാന്യരായ പ്രൊഫസർ MK സാനു മാഷ്, ഡോക്ടർ SK വസന്തൻ മാഷ്, ശ്രീ ബിനോയ് വിശ്വം, ശ്രീ അമൽ നീരദ്, ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്ന മറ്റ് ബഹുമാന്യരെ, സദസ്സിനെ സമ്പന്നമാക്കുന്ന ഈ കലാലയത്തിൻ്റെ പാരമ്പര്യത്തിൻ്റെ അവകാശികളായ ബഹുമാന്യരെ, പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, അധ്യാപക സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഒന്നര നൂറ്റാണ്ട് കാലത്തെ വളരെ മഹിതമായ ചരിത്രവും പാരമ്പര്യവും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ ഏറ്റവും സവിശേഷമായ സാന്നിധ്യമായി തുടരുന്ന മഹാരാജാസ് കോളേജിൻ്റെ ശതോത്തര സുവർണ ജൂബിലി ആഘോഷം ഉദ്ഘാടനം ചെയ്യുന്ന വേളയിൽ കലാലയത്തിൻ്റെ വികസന വഴികളിലെ മറ്റൊരു സുവർണ അധ്യായം രചിച്ചുകൊണ്ട് വിശാലമായ ഒരു ഓഡിറ്റോറിയം കൂടി ഉദ്ഘാടനം ചെയ്യപ്പെടുന്നു എന്നുള്ളതിൽ അതിയായ സന്തോഷവും അഭിമാനവും രേഖപ്പെടുത്തുകയാണ്. ഈ കലാലയം എന്നും വേറിട്ട വഴികളിലൂടെ സഞ്ചരിച്ചുകൊണ്ട് ഉദാത്തമായ മാനവികതാ മൂല്യങ്ങളുടെയും സാമൂഹ്യ പ്രതിബദ്ധതയുടെയും പതാകവാഹകരായി കേരളത്തിൻ്റെ മുന്നിൽ നടന്നിട്ടുള്ള കലാലയമാണ്. ദേശീയ പ്രസ്ഥാനത്തിൽ നിന്ന് ഊർജം ഉൾക്കൊണ്ടുകൊണ്ട് തുടർന്ന് നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ കാലത്തും മാനവികമായിട്ടുള്ള സന്ദേശങ്ങളും ആശയങ്ങളും സമൂഹത്തിൽ വിനിമയം ചെയ്തുകൊണ്ട് മുന്നേറിയ കേരളത്തിൻ്റെ സാമൂഹ്യ സാംസ്കാരിക ചരിത്രത്തിൻ്റെ പരിച്ഛേദമാണ് മഹാരാജാസിൻ്റെയും ചരിത്രം. ആ മഹിതമായ കലാലയം ഇന്ന് എല്ലാ ദേശീയ അന്തർദേശീയ ഗുണനിലവാര പരിശോധനകളിലെല്ലാം വളരെ ഉത്തമമായ പ്രകടനമാണ് കാഴ്ചവെക്കുന്നത് എന്നുള്ളതിലുള്ള സന്തോഷവും ഞാൻ ഈ അവസരത്തിൽ പങ്കുവയ്ക്കുകയാണ്. ബഹുമാന്യനായ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖല സമൂലവും സമഗ്രവുമായ മാറ്റങ്ങളിലൂടെ മുന്നോട്ട് നീങ്ങുമ്പോൾ അതിന് വലിയ നിലയിൽ ഊർജം പകരാൻ മഹാരാജാസിൻ്റെ കലാലയ സമൂഹവുമുണ്ട് എന്നുള്ളത് അഭിമാനകരമായ ഒരു കാര്യമാണ്. ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഒന്നാമത് പരിഗണന നൽകിക്കൊണ്ട് കഴിഞ്ഞ 4 വർഷക്കാലത്തിനിടയിൽ 6000 കോടി രൂപയാണ് ഈ മേഖലയിൽ കേരള സംസ്ഥാന സർക്കാർ വിന്യസിച്ചിട്ടുള്ളത്. അതിൽ 2000-ലേറെ കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നമ്മുടെ ക്യാമ്പസുകളിൽ അടിസ്ഥാന സൗകര്യ വിപുലീകരണ രംഗത്ത് പുതിയ രജതരേഖകൾ തീർത്തുകൊണ്ട് മുന്നോട്ട് പോകുകയാണ്. ഏറ്റവും സൗകര്യപ്രദമായ സ്മാർട്ട് ക്ലാസ് റൂമുകളും സ്റ്റേറ്റ് ഓഫ് ദ ആർട്ട് സൗകര്യങ്ങളുള്ള ലാബ് കോംപ്ലക്സുകളും മോഡേണൈസ്ഡായ ലൈബ്രറികളും ഇതുപോലുള്ള വിശാലമായ ഓഡിറ്റോറിയങ്ങളുമെല്ലാം സർവകലാശാലകളിലും കലാലയങ്ങളിലും കിഫ്ബി പദ്ധതിയിലൂടെയും റൂസ പദ്ധതിയിലൂടെയും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പ്ലാൻ ഫണ്ട് വിഹിതം ഉപയോഗിച്ചുമൊക്കെ തന്നെ സാധ്യമായി എന്നുള്ളത് ഇവിടെ പരാമർശിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ മഹാരാജാസ് കോളേജിനും ഈ വർഷങ്ങളിൽ ബോയ്സ് ഹോസ്റ്റലിൻ്റെ നിർമ്മാണത്തിന് 10 കോടി രൂപയും അക്കാദമിക് ബ്ലോക്കിൻ്റെ നിർമ്മാണത്തിന് 9.4 കോടി രൂപയും ലൈബ്രറി കോംപ്ലക്സിന് 12.21 കോടി രൂപയും സിന്തറ്റിക് ട്രാക്ക് നിർമ്മാണത്തിന് 6.9 കോടി രൂപയും അനുവദിക്കുകയുണ്ടായി.
സംസ്ഥാനത്തെ ഏറ്റവും മികച്ച ഹെറിറ്റേജ് കോളേജുകളായി 5 കലാലയങ്ങളെ തിരഞ്ഞെടുത്തപ്പോൾ സംശയരഹിതമായ നിലയിൽ അതിൽ ഒന്നാമതായി മഹാരാജാസും ഇടം പിടിക്കുകയുണ്ടായി. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ 15,94,00,000 രൂപ ചെലവഴിച്ചുകൊണ്ടുള്ള അടിസ്ഥാന സൗകര്യ പ്രവർത്തനങ്ങൾ നമുക്ക് സാക്ഷാത്കരിക്കാൻ സാധിച്ചത്. ഈ ഓഡിറ്റോറിയം ഉൾപ്പെടെ സ്റ്റാഫ് ഹോസ്റ്റലിൻ്റെ റെനോവേഷനും കെമിസ്ട്രി ബ്ലോക്കിൻ്റെ എക്സ്പാൻഷനുമെല്ലാം ആ പദ്ധതിയുടെ ഭാഗമായി നമുക്ക് നിറവേറ്റാൻ സാധിച്ചിട്ടുണ്ട്. ഈ ഓഡിറ്റോറിയത്തിൻ്റെ മുഖച്ഛായ തന്നെ ആധുനികമായ കാലത്തിന് അനുസൃതമായ നിലയിലാണ് എന്നുള്ളത് ഏവരും ശ്രദ്ധിച്ചിട്ടുണ്ടാകുമെന്ന് കരുതുകയാണ്. അതുപോലെ സിന്തറ്റിക് ഹോക്കി ടർഫിന് 9,51,00,000 ഈ കാലയളവിൽ അനുവദിക്കുകയുണ്ടായി. നമ്മുടെ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ലോകോത്തര നിലവാരത്തിലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ തന്നെ സൃഷ്ടിച്ചുകൊണ്ട് അക്കാദമിക ഗുണമേന്മ നല്ല നിലയിൽ വർദ്ധിപ്പിച്ചുകൊണ്ട് കേരളത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ ഒരു ഇൻ്റർനാഷണൽ ഹബ്ബാക്കി മാറ്റണം എന്നുള്ളത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സഭയ്ക്കകത്തും പുറത്തും പ്രഖ്യാപിച്ചിട്ടുള്ള കാര്യമാണ്. ബ്രെയിൻ ഡ്രെയിൻ എന്ന പ്രതിഭാസത്തിനു പകരം ബ്രെയിൻ ഗെയിൻ സാധ്യമാക്കുമാറ് നമ്മുടെ കേരള സംസ്ഥാനത്തിൻ്റെ അതിർത്തികൾക്കപ്പുറത്തു നിന്ന് വിദ്യാർത്ഥികൾ കേരളത്തിലേക്ക് വരാൻ ഇടവരുന്ന രീതിയിലുള്ള ആസൂത്രണമാണ് ഇന്ന് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നമ്മൾ ഏറ്റെടുത്തിട്ടുള്ളത്. ഗവേഷണോന്മുഖമായ പ്രവർത്തനങ്ങളിൽ ഊന്നൽ നൽകിക്കൊണ്ട് വിദ്യാർത്ഥി കേന്ദ്രിതമായ സമീപനത്തോടെ സമഗ്രമായ അഴിച്ചുപണിയാണ് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ 4 ഇയർ UG പ്രോഗ്രാം ആരംഭിച്ചുകൊണ്ട് ഏറ്റെടുത്തിട്ടുള്ളത്. തൊഴിലും വിദ്യാഭ്യാസവും തമ്മിലുള്ള വിടവ് നികത്താനും കൂടുതൽ തൊഴിലവസരങ്ങളിലേക്ക് ആത്മവിശ്വാസത്തോടെ കടന്നു ചെല്ലാനും വിദ്യാർത്ഥികളെ സജ്ജരാക്കുമ്പോൾ തന്നെ പുത്തൻ അറിവുകളുടെ സൃഷ്ടാക്കളായി നാളത്തെ നവകേരളത്തിൻ്റെ പതാകവാഹകരായി മുന്നിൽ നടക്കാനും സമൂഹത്തിൻ്റെ പരിവർത്തനത്തിന് തങ്ങളുടെ ഏജൻഷ്യൽ കപ്പാസിറ്റി കർത്തൃത്വ ശേഷി വിനിയോഗിക്കാൻ അവരെ സജ്ജരാക്കാനും ഈ സന്ദർഭത്തിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ വ്യത്യസ്തങ്ങളായ പ്രവർത്തനങ്ങളിലൂടെ ഞങ്ങൾ പരിശ്രമിക്കുകയാണ്. ഇതിനെല്ലാം ഞങ്ങൾക്ക് വലിയ പ്രചോദനവും ഉപദേശ നിർദ്ദേശങ്ങളും നൽകുന്ന ഊർജ സ്രോതസ്സായ ബഹുമാന്യനായ മുഖ്യമന്ത്രിയാണ് നമ്മുടെ ശതോത്തര ജൂബിലിയുടെ ഉദ്ഘാടനം നിർവഹിക്കാനും അതോടൊപ്പം തന്നെ നമ്മുടെ വിശാലമായ ഈ ഓഡിറ്റോറിയത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കാനും ഇന്ന് നമ്മോടൊപ്പമുള്ളത്. അദ്ദേഹത്തെ സ്നേഹാദരപൂർവം ഉദ്ഘാടന പ്രസംഗം നിർവഹിക്കാനായി ക്ഷണിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അഭിവാദ്യങ്ങൾ.